ഗുഡ് മോർണിംഗ്. നമുക്ക് വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്നതും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായ അഡീനിയം ചെടിയിൽ ഈ മഴ സമയത്ത് ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ വിത്തുകളുള്ള ചെടിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഈ മഴ സമയത്തെ കെയർ ആൻഡ് ടിപ്സ്, അങ്ങനെ 6 ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ചെടികളെ ഉണ്ടല്ലോ മഴ കൊള്ളാതെ UV ഷീറ്റിൻ്റെ കീഴിലോ അഥവാ വീടിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ അതുപോലുള്ള ഭാഗത്ത് കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മളെ ഹൈബ്രിഡ് വെറൈറ്റി ചെടികൾ, ഹൈബ്രിഡ് ചെടികൾ നമ്മളുണ്ടല്ലോ മഴയത്ത് വെക്കരുത്. അങ്ങനെ നമ്മുടെ ചെടിയിൽ ഈർപ്പം നിന്നിട്ട് ആ ചെടി കാഡക്സിൽ വെള്ളം കയറി ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ സിംഗിൾ പെറ്റൽ ഇതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇത് മച്ചുറായ ചെടികൾ നമ്മൾ മഴയത്തിരുന്നാലും നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളും. എന്നാലും നമ്മുടെ ഈ അഡീനിയം ചെടികളെല്ലാം നമ്മൾ മഴയത്തുനിന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. കണ്ടോ, വിരിയാൻ നിൽക്കുന്ന മുട്ടുകൾ കണ്ടോ. ഇതിലെപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് ഈ വൈറ്റ്. ഇത് നല്ലൊരു സൂപ്പർ ചെടിയാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സീഡുള്ള ചെടികളുണ്ടല്ലോ ഒരു കാരണവശാലും മഴയത്ത് വെക്കരുത്, അത് നശിച്ചു പോകുമേ. കണ്ടോ, നമ്മുടെ മൾട്ടി പെറ്റലിൻ്റെ സീഡുള്ള ചെടിയാണിപ്പോൾ നമ്മൾ ഈ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത്. കണ്ടോ, അത് നല്ല സേഫായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. ഒരു കാരണവശാലും മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സീഡ് കിട്ടത്തേയില്ല, അത് നശിച്ചു പോകാം സീഡ്, പിന്നെ അത് നമുക്ക് ഉപയോഗമില്ല. കണ്ടോ, ഈ വൈറ്റ് പൂ ഉണ്ടായി നിൽക്കുന്ന ചെടിയുണ്ടോ, ഇതിൽ തന്നെയാണ് നമുക്ക് ആ സീഡും ഉണ്ടായി നിൽക്കുന്നത്. ഒരു ചെടിയിൽ തന്നെ ഒരു ശിഖരത്തിൽ പൂക്കളും മറ്റേ ശിഖരത്തിൽ സീഡും ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം പിന്നെ പൂക്കളാണ് കൂടുതൽ വേണ്ടെങ്കിൽ, ഇപ്പം സിംഗിൾ പെറ്റലിൻ്റെയൊക്കെ കൂടുതൽ നമുക്ക് സീഡ് കിട്ടുന്ന ചെടികളുണ്ടെങ്കിൽ, അപ്പം നമുക്ക് പൂക്കളാണ് വേണ്ടതെങ്കിൽ നമ്മൾ സീഡ് വരുമ്പോൾ നമുക്ക് അതിനെ കളയാം. അല്ല, നമുക്ക് സീഡാണ് വേണ്ടതെങ്കിൽ പൂക്കൾ വരുമ്പോൾ നമുക്ക് അതിനെ അങ്ങ് മുട്ടുകൾ നുള്ളി കളഞ്ഞാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ പൂക്കളും സീഡുകളും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ അതിനത്രയും പിന്നെ അതിൻ്റെ ആ സീഡിൻ്റെ ഹെൽത്ത് കുറയും. പൂക്കളാണെങ്കിലും ഇതിന് വലിയ കുഴപ്പമില്ല, പൂക്കളും നന്നായിട്ട് നിൽക്കുന്നുണ്ട്, എന്നാൽ വിത്തും നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മൾട്ടിപെറ്റലിൻ്റെ സീഡ് ഉണ്ടാകുന്നത് വളരെ റെയറായിട്ടായതുകൊണ്ട് ഇതിനെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് മാറ്റി വെച്ചേക്കുവാണേ. നമുക്കറിയാം കൂടുതലും സീഡ് ഉണ്ടാവുന്നത് സിംഗിൾ പെറ്റലിലാണ് നമുക്ക് കിട്ടുന്നത്. ഡബിൾ പെറ്റലിൽ ചുരുക്കമേ നമുക്ക് സീഡ് ഉണ്ടായി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർ ചെയ്തത് മാറ്റി വെച്ചേക്കുവാണ്. അതിൽ പൂക്കളും ഉണ്ട് സീഡും ഉണ്ട് ഒരു ചെടിയിൽ തന്നെ. മൂന്നാമത്തെ പോയിന്റ്, ഒരു കാരണവശാലും ഈ സമയത്ത് ഗ്രാഫ്റ്റിങ്, റീപോട്ടിങ്, പ്രൂണിങ് ചെയ്യാതിരിക്കുക. നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല ചൂടുള്ള സമയത്താണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. നാലാമത്തെ പോയിന്റ്, നമ്മൾ ഈ സമയത്ത് 2-3 ദിവസം കൂടി മാത്രം നമ്മൾ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കണം. അത് ചുവട്ടിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചെടി ഒന്നാമത് ഷെയ്ഡിൻ്റെ കീഴിലോ അല്ലെങ്കിൽ UV ഷീറ്റിൻ്റെ അടിയിലോ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം കൂടുതൽ സൺലൈറ്റ് അതിന് കൊള്ളുന്നില്ല. അപ്പോൾ അതിനാവശ്യമായ ഒരു 2-3 ദിവസം കൂടി മാത്രം ഇതിന് വെള്ളം ആവശ്യമുള്ളേ. നല്ല ചൂട് സമയത്ത് നമ്മൾ ഡെയിലി ചെറിയ രീതിയിൽ വെള്ളം കൊടുത്തിരുന്നു. ഈ സമയത്ത് നമുക്കൊരു 3 ദിവസം കൂടി ചെറിയ അളവിൽ വെള്ളം കൊടുക്കാം. നമുക്കറിയാം ഈ ചെടിയുടെ കാഡക്സിലൊക്കെ വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ചെടിയാണേ. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതലായിട്ട് ചെല്ലുമ്പോൾ ആ ചെടിയുടെ കാഡക്സ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് ചുവടൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കിയിടണം. ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ അത് ക്ലീനാക്കി ഇടുന്നതാണ് എപ്പോഴും ചെടിക്ക് നല്ലത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ സമയത്ത് നമ്മൾ ചെടിക്ക് ആൻറ്റി ഫംഗൽ പൗഡർ ഏതെങ്കിലും ഒരു 2 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ സ്പ്രെയർ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് സാഫ് ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. സാഫ് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതിന് തണ്ടുകളിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണേ. ഈ സമയത്ത് ഇലതീനിപ്പുഴുണ്ട്, അതുപോലെ മീലിബഗ്, ഇതുപോലുള്ള കീടങ്ങളുടെ ആക്രമണം ധാരാളം കണ്ടുവരുന്ന ഒരു സമയമാണ് ഈ മഴ സമയത്ത്. പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അവിടെ പിന്നെ നമ്മൾ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ സ്പ്രേ ചെയ്താണെങ്കിലും കൊടുക്കാം. പിന്നെ ഇലകളുടെ അടിവശം ഉണ്ടല്ലോ, അടിയിൽ അത് മുട്ടയിട്ട് വെച്ചിരിക്കും, അവിടെയും നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല ഇലകളൊക്കെ നല്ല പച്ച കളറിൽ വീണ്ടും ഇതുപോലെ നിറയെ മുട്ടുകൾ വരാൻ അത് സഹായിക്കും. അത് നമുക്ക് ആഴ്ച ഒരു 2 പ്രാവശ്യം നമുക്ക് കൊടുക്കാം. എൻ്റെ ഈ ചെടിയിലൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ദേ കണ്ടോ, ഇതിലെല്ലാം മുട്ടുകൾ വീണ്ടും നിറഞ്ഞു നിൽക്കുന്ന കണ്ടോ, ഇതിലെല്ലാം കണ്ടോ സാഫാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ഇലകൾ പഴുത്തു പോവുക, അല്ലെങ്കിൽ കാഡക്സിൽ വേരിൽ കൂടുള്ള രോഗങ്ങൾ, ഇതിനെയൊക്കെ തടയാൻ അത് ഹെൽപ്പ് ചെയ്യും.
അപ്പം ഇത് മറന്നു പോകാതെ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുത്ത് ചെടി ഇതുപോലെ നിറയെ പൂക്കളിടത്തുള്ളൂ. അടുത്ത 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന ചെടിക്ക് പൂക്കൾ നന്നായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡാപ്പ് കൊടുക്കാം, അതുപോലെ പൊട്ടാസ്യം കൊടുക്കാം, NPK വളങ്ങൾ കൊടുക്കാം. എല്ലാം നമ്മൾ പിന്നെ ആ ഡ്രൈ ആയിട്ട് ഉള്ളത് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കണമെന്നില്ല. പിന്നെ ഒരു കാരണവശാലും ഉണ്ടല്ലോ, നമ്മൾ ജൈവ വളങ്ങളുണ്ടല്ലോ, ലിക്വിഡായിട്ടുള്ള ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ മഴ സമയത്തെ. പിന്നെ നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കാം, അത് കമ്പോസ്റ്റായിട്ടുള്ള വളങ്ങളൊക്കെ, നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാൻ. സ്റ്റെറാമിൽ കൊടുക്കാം. അതുപോലെ പൂക്കാനുള്ള വളങ്ങളാണ്, നമുക്ക് വളം വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടും, നല്ല ജൈവ വളങ്ങൾ കിട്ടും. അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു, അത് നമുക്ക് പിന്നെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ചട്ടിയോട് ചേർത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം കൊടുക്കാം. നമുക്കൊരു 10 ദിവസം കൂടിയോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലോ നമുക്ക് വളങ്ങൾ കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് പൂക്കൾ ഇട്ട് കിട്ടും. അപ്പം നമ്മൾ ഈ ചെടികളെല്ലാം ഉണ്ടല്ലോ ഷെയ്ഡിൻ്റെ കീഴിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ UV ഷീറ്റിൻ്റെ കീഴിലല്ല, നമുക്കിവിടെ വെയിൽ കിട്ടുകയും ചെയ്യും. എന്നാൽ പിന്നെ മഴ കൊള്ളത്തുമില്ലാതെ വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, ആ വീടിൻ്റെ ഷെയ്ഡിനോട് ചേർത്ത്. അവിടെയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വിത്ത് മുളപ്പിച്ച ഇതുപോലുള്ള ചെറിയ ചെറിയ ചെടികളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ചെടികളെ നമ്മൾ പ്രത്യേകം മഴയത്തുനിന്ന് മാറ്റി വെക്കണം. ഈ ചെടികളൊക്കെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകും. ഇതിന് നമ്മൾ വളരെ ചെറിയ അളവിൽ മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ. അതും ഒരു 3-4 ദിവസമൊക്കെ കൂടി നമ്മളിതിന് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചുവട്ടിലോട്ട് ധാരാളം കപ്പിലൊക്കെ എടുത്തിട്ട് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഈ ചെറിയ ചെടികളൊക്കെ നശിച്ചു പോകും. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ സൂഡോമോണസ് പിന്നെ ചെറിയ അളവിൽ നമുക്ക് കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നശിച്ചു പോകാതെ നമ്മുടെ ചെടി ഇതുപോലെ തന്നെ വളർന്നു വരും, നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വളർന്നു വരും. പിന്നെ ഈ സമയത്ത് നമ്മൾ ഈ ചെടികളെ ഒന്നും മാറ്റി വെക്കാൻ പോകരുത്. അങ്ങനെ വെച്ചാലും ചെടി നശിച്ചു പോകും. അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞ് നല്ല ചൂടൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ ഈ ചെടീനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ ചെറിയ ചെടികൾക്ക് കൂടുതലായിട്ട് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് ഈ സമയത്തെ. ഇപ്പോൾ പറഞ്ഞതുപോലെ സൂഡോമോണസ് നമുക്കറിയാം നല്ലൊരു വളം കൂടെയാണ്. അപ്പോൾ നമ്മളത് ചെറിയ രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്